ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ സ്പോക്കൺ അധ്യായങ്ങൾ തുടരുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് എങ്ങനെ ഹു ഇംഗ്ലീഷിൽ ഉപയോഗിക്കാം എന്നുള്ളതാണ്. നമുക്കറിയുന്നത് പോലെ ആരാണ് എന്ന കോമൺ അർത്ഥത്തിലാണ് ഹു നമുക്ക് പരിചയമുള്ളത്. എന്നാൽ വ്യത്യസ്ത രീതിയിൽ ഹു ഇംഗ്ലീഷിൽ ഉപയോഗിക്കാറുണ്ട്. നമുക്ക് നോക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. നോർമലി ഹു ഉപയോഗിക്കുന്നത് ആസ്കിംഗ് ഫോർ ഇൻഫർമേഷൻ, ഒരു വിവരം അന്വേഷിക്കാൻ. ഹു ഇൻവൈറ്റഡ് യു, ആരാണ് നിന്നെ ക്ഷണിച്ചത്. അപ്പോൾ ഒരു ഇൻഫർമേഷൻ അറിയാൻ വേണ്ടി ചോദിക്കുന്നതിന് ഹു കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നു. നമ്മൾ സാധാരണ പറയാറുള്ള ഹു ആർ യു, നീ ആരാണ്. ഒരു ഇൻഫോർമേറ്റീവ് ക്വസ്റ്റ്യൻ ആണ് ഇത്. അതുകൊണ്ട് സാധാരണ രീതിയിൽ ഒരു വിഷയം ചോദിച്ചറിയാൻ വേണ്ടി ഹു ഉപയോഗിക്കാറുണ്ട്. ഇനി നമുക്ക് മറ്റൊരു ഉപയോഗം നോക്കാം. ഹു ഈസ് ഓഫൻ യൂസ്ഡ് ഇൻ റിപ്പോർട്ടഡ് ക്ലൗസസ്. റിപ്പോർട്ടഡ് ക്ലൗസുകളിൽ ഹു ഉപയോഗിക്കാറുണ്ട്. എന്താണെന്നുള്ളത് ശേഷം വരാനുണ്ട്, അവിടെ മനസ്സിലാക്കാം. ജസ്റ്റ് ഇത്ര മനസ്സിലാക്കാം. നമ്മളിപ്പോൾ ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വ്യത്യസ്ത രീതിയിൽ ഹു വരും എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്. ഓക്കെ. ഷീ ഡോണ്ട് നോ ഹു ഐ വാസ്. ഞാൻ ആരായിരുന്നു എന്ന് അവൾക്ക് അറിയില്ല എന്നൊരർത്ഥത്തിൽ ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ഒരു റിപ്പോർട്ടഡ് ക്ലൗസിലാണ് അത് ഉപയോഗിച്ചത്. റിപ്പോർട്ടഡ് ക്ലൗസ് എന്ന് പറയുമ്പോൾ ഒരു വിഷയം കഴിഞ്ഞതിനെ മറ്റൊരാളോട് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കും. എത്രമാത്രം ചുരുക്കത്തിൽ മനസ്സിലാക്കാം, നമുക്കതിന് കൂടുതൽ ക്ലാസ്സുകൾ ശേഷം വരുന്നുണ്ട്. അടുത്ത ഉദാഹരണം നോക്കാം. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഹൂ ഡിഡ് ദിസ്. ഇതാരാണ് ചെയ്തതെന്ന് നമുക്ക് കണ്ടെത്തണം. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ ഒരു റിപ്പോർട്ടഡ് ക്ലൗസിൽ ഹു ഉപയോഗിക്കാറുണ്ട്. ഇവിടെയും ആരാണ് എന്നുള്ള ഒരർത്ഥമാണ് ഉദ്ദേശിക്കുന്നത്, പക്ഷേ ഇതിൻ്റെ ഉപയോഗത്തെയാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഇനി അടുത്തൊരു ഉപയോഗം നോക്കാം. മുമ്പ് ചർച്ച ചെയ്തതുപോലെ റിലേറ്റീവ് ക്ലോസുകളിൽ ഹു ഉപയോഗിക്കും. ഒരു ഉദാഹരണം നോക്കാം. ഈസ് ദ മാൻ ഹു ഐ സോ ലാസ്റ്റ് നൈറ്റ്. ഇദ്ദേഹത്തെയാണ് ഞാൻ ഇന്നലെ രാത്രി കണ്ടത്. ഹു ഈസ് ദ മാൻ, ഇദ്ദേഹമാണ് ആ മനുഷ്യൻ. ഹു ഐ സോ, അദ്ദേഹത്തെ ഞാൻ കണ്ടു. ലാസ്റ്റ് നൈറ്റ്, തലേന്ന് രാത്രി, അതായത് ഇന്നലെ രാത്രി കണ്ട ആളാണ് ഇദ്ദേഹം എന്ന് പറയുന്നു. ഇവിടെ ആരാണ് എന്നുള്ള അർത്ഥവുമായി ഹു ബന്ധമില്ല. അദ്ദേഹത്തെ എന്നുള്ള ഒരു അർത്ഥത്തിൻ്റെ ധ്വനിയാണ് ഇവിടെ നമ്മൾ ഇതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഓക്കെ. ഇനി അടുത്തൊരു ഉപയോഗം ശ്രദ്ധിക്കൂ. ജോ ഹു വാസ് ആൾവേസ് ഏർലി വാസ് ദർ ഓൾറെഡി. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഉപയോഗമാണ്. ഇവിടെ രണ്ട് കോമകളിലൂടെ ഒരു സെൻറ്റൻസിനെ നിങ്ങൾ വേർതിരിച്ചതായി കാണാം. ജോ കഴിഞ്ഞതിന് ശേഷം ഒരു കോമ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ ഏർലി എന്നതിന് ശേഷം ഒരു കോമ കാണാം. നമ്മൾ ഈ വേർഡ് എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പറയാം? ജോ വാസ് ദ ഓൾറെഡി. ജോ അവിടെ മുമ്പേ നേരത്തെ എത്തിയിട്ടുണ്ട് എന്ന ഒരു ഇൻഫർമേഷൻ നൽകുക എന്നത് മാത്രമാണ് ഈ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇവിടെ ജോ എന്ന ആളുടെ ഒരു സ്വഭാവം കൂടി ഇതിലൂടെ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ എങ്ങനെ നമ്മൾ ഇത് സെൻറ്റൻസിനെ വായിക്കേണ്ടത് ഈ രീതിയാണ്. ജോ വാസ് ദ ഓൾറെഡി എന്നാണ് നമ്മൾ വായിക്കേണ്ടത്. പക്ഷേ ഇവിടെ രണ്ട് കോമയോടെ വേർതിരിച്ച ഈ വാക്യങ്ങൾ കൂടി നമ്മൾ വായിക്കുമ്പോൾ ഇവിടെ ജോ എന്ന ആളുടെ സ്വഭാവത്തെ സൂചിപ്പിക്കുന്നു. സ്വഭാവം എന്നല്ല, ആ ജോ എന്ന ആളെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ ഇവിടെ അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറയുന്നു എന്ന് മാത്രം. ജോ ഹു വാസ് ആൾവേസ് ഏർലി. അദ്ദേഹം സാധാരണ എപ്പോഴും നേരത്തെ വരാനുള്ള ആളാണ്. അദ്ദേഹം ദ ഓൾറെഡി, അവിടെ ഓൾറെഡി എത്തിയിട്ടുണ്ട് എന്നുള്ളൊരർത്ഥം ധ്വനിപ്പിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഉപയോഗത്തെ നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം. നമ്മൾ ഇതൊന്നും മനസ്സിലാക്കാതെ ഇംഗ്ലീഷ് ഡയറക്റ്റ് അർത്ഥം വെക്കുകയാണെങ്കിൽ നമുക്ക് അർത്ഥം തെറ്റിപ്പോകും. അതിനുവേണ്ടിയാണ് ഇംഗ്ലീഷിൻ്റെ ശൈലിയെ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നത്. ഓക്കെ. അതുപോലെ ഹൂം എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഒബ്ജക്റ്റീവ് ഫോം ഓഫ് ഹു എന്നതിൻ്റെ ഒബ്ജക്റ്റീവ് ഫോമാണ് ഹൂം എന്ന് പറയുന്നത്. ഇത് രണ്ടിൻ്റെയും ഡിഫറൻസ് നമ്മൾ ഈ ക്ലാസ്സിൽ തന്നെ ചർച്ച ചെയ്യും. അപ്പോൾ മനസ്സിലാക്കാം. ജസ്റ്റ് ഇതിൻ്റെ ഉപയോഗം മനസ്സിലാക്കുക. ഹി കോൺ റിമെമ്പർ ഹൂം ഹി സോ. അദ്ദേഹത്തിന് ഓർമ്മിക്കാൻ കഴിയുന്നില്ല ആരെയാണ് അദ്ദേഹം കണ്ടതെന്ന് അദ്ദേഹത്തിന് ഓർമ്മിക്കാൻ കഴിയില്ല. ഒരു ഒബ്ജക്റ്റീവ് ഫോം ഓഫ് ഹു എന്നാണ് ഇതിനെ ബോധ്യപ്പെടുത്തുന്നത്.
ഇനി whom is a formal verb which is sometimes used instead of who. who എന്നതിൻ്റെ പകരത്തിൽ ചിലപ്പോൾ whom വരാറുണ്ട്. നമുക്ക് നോക്കാം. whom shall we call? ആരെയാണ് നമ്മൾ വിളിക്കേണ്ടത്? അവിടെ who എന്നതിൻ്റെ പകരമായിട്ട് whom വന്നു എന്ന് മാത്രം. ഓക്കെ. by whom are they selected? ആരെയാലാണ് അവർ സെലക്ട് ചെയ്തത്? ആരെ റെക്കമെൻഡിലാണ് അവർ സെലക്ട് ആയത് എന്നൊരു അർത്ഥം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കാം. ഓക്കെ. ഇത്രമാത്രം നമ്മളതിൻ്റെ ഡിഫറൻസ് മനസ്സിലാക്കുക. ഇനി നമുക്കതിൻ്റെ രണ്ടിൻ്റെയും ഹൂ എന്നതിൻ്റെയും ഹൂം എന്നതിൻ്റെയും ഡിഫറൻസ് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഹൂ ആൻഡ് ഹൂം? ഇതിൻ്റെ റൂൾ എന്താണ്? ഇതിൻ്റെ റൂൾ എന്ന് നോക്കാം. ഹൂ ഈസ് ദ സബ്ജക്റ്റ് ഓഫ് വേർബ്? ഒരു വേർബിൻ്റെ സബ്ജക്റ്റ് ആയിട്ടാണ് ഹൂ ഉപയോഗിക്കുന്നത്. അതായത് ദ വൺ ഹൂ ഡിഡ് ദ ആക്ഷൻ, ഒരു പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഐ ആം റീഡിങ്, ഇതിൽ ഐ എന്നുള്ളതാണ് റീഡിങ്, ഞാൻ വായിക്കുന്നു എന്നതിൽ വായന എന്ന പ്രവൃത്തി ചെയ്യുന്ന ആളെയാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വായിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ സബ്ജക്റ്റ് ഐ ആണ്, ഞാനാണ്. ഓക്കെ. ഇനി ഒരു ഉദാഹരണം നോക്കാം. ഹു ഈസ് ദ? ആരാണ് അവിടെ? അപ്പോൾ ഇവിടെ ഹു എന്നുള്ളത് ഒരു സബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് വന്നത്. ഓക്കെ. പ്ലീസ് ലെറ്റ് മീ നോ ഹു വിൽ ബി ഗോയിങ്. ആരാണ് പോവുക എന്നുള്ളത് എന്നെ അറിയിച്ചാലും. ഇവിടെ ഹു എന്നുള്ളതും ഒരു സബ്ജക്റ്റിൻ്റെ സ്ഥാനത്താണ് വന്നുള്ളത്. എന്നാൽ ഹൂം എന്നുള്ളത് ഒബ്ജക്റ്റ് ഓഫ് എ വേർബ്, ഒരു വേർബിൻ്റെ ഒബ്ജക്റ്റ് എന്ന നിലയിലാണ് ഹു ഉപയോഗിക്കുന്നത്. ദ വൺ ബീയിങ് ആക്ട് അപ്പോൺ, അദ്ദേഹത്തിൻ്റെ മേലായിരിക്കും ആ പ്രവൃത്തി ചെയ്യപ്പെടുക. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വിത്ത് ഹൂം ഡിഡ് യു ഗോ? നീ ആരുടെ കൂടെയാണ് പോകുന്നത്? അപ്പോൾ ആര് പോകുന്നു എന്നല്ല, ആരുടെ കൂടെയാണ് പോകുന്നത്. അപ്പോൾ പ്രവൃത്തി സംഭവിക്കുന്ന ഒരാൾ, അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഇനി അടുത്ത ഉദാഹരണം നോക്കാം. ടുമോറോ വി വിൽ അനൗൺസ് ഹൂം വി സെലക്റ്റഡ്. നാളെ ഞങ്ങൾ അനൗൺസ് ചെയ്യും, പ്രഖ്യാപിക്കും ആരെയാണ് ഞങ്ങൾ സെലക്ട് ചെയ്തത് എന്ന് നാളെ പ്രഖ്യാപിക്കും. ഇവിടെ എല്ലാം ഒരു വേർബിൻ്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് ഹൂം ഉപയോഗിച്ചത്. ഇതാണ് ഇതിൻ്റെ പ്രധാനമായും ഇതിൻ്റെ രണ്ട് വ്യത്യാസം. നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഓക്കെ. അതുപോലെ തന്നെ നമുക്കടുത്തത് നമ്മൾ സാധാരണ പരിചയമുള്ള മറ്റൊരു വേർഡാണ് വിച്ച് എന്ന് പറയുന്നത്. ആസ്കിങ് ഫോർ ഇൻഫർമേഷൻ, അതൊരു ഇൻഫർമേഷന് വേണ്ടി ഉപയോഗിക്കും. എങ്ങനെയാണ് വിച്ച് വ്യത്യസ്ത രീതിയിൽ ഉപയോഗിക്കാമെന്നുള്ളത് നമുക്ക് നോക്കാം. വിച്ച് ടൈപ്പ് ഓഫ് ഓയിൽ ഈസ് ദ ബെസ്റ്റ്? ഏത് ടൈപ്പിലുള്ള രീതിയിലുള്ള ഓയിലാണ് നല്ലത്? വിച്ച് ഈസ് ഹർ റൂം? അവളുടെ റൂം ഏതാണ്? ഇവിടെ ഒരു ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയാണ് വിച്ച് ഉപയോഗിച്ചത്. നമ്മൾ ഹൂ പഠിച്ചതുപോലെ റിപ്പോർട്ടർ ക്ലൗസിൽ ഉപയോഗിക്കാറുണ്ട്. ഡു യു റിമെമ്പർ വിച്ച് കൺട്രി ഹി പ്ലേ ഫോർ? നിനക്ക് ഓർമ്മയുണ്ടോ ഏത് രാജ്യത്തിന് വേണ്ടിയാണ് അദ്ദേഹം കളിച്ചത്? ഐ ഡോണ്ട് നോ വിച്ച് ടു ബിലീവ്, ഏത് വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ല തുടങ്ങിയ റിപ്പോർട്ടർ ക്ലൗസുകളിൽ ഇവ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ റിലേറ്റീവ് ക്ലൗസുകളിൽ ഉപയോഗിക്കാറുണ്ട്. വി ഹിയർ അബൌട്ട് ദ ഓഫുൾ കണ്ടീഷൻസ് വിച്ച് എക്സിസ്റ്റ് ഇൻ സം പ്രിസൺസ്. വി ഹേർഡ് അബൌട്ട് ദ ഓഫുൾ കണ്ടീഷൻ, ഭയാനകരമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വിച്ച് എക്സിസ്റ്റ് ഇൻ സം പ്രിസൺസ്, ചില ജയിലുകളിൽ നിലനിൽക്കുന്ന ഭയാനകരമായ അവസ്ഥയെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. ഐ ആം ടീച്ചിങ് അറ്റ് ദ ലോക്കൽ കോളേജ്, ഞാൻ ഒരു ലോക്കൽ കോളേജിലാണ് പഠിപ്പിക്കുന്നത്. വിച്ച് ഇസ് ജസ്റ്റ് ഓവർ ദ റോഡ്, ഇത് ജസ്റ്റ് റോഡിൻ്റെ അപ്പുറത്താണ്. ഓക്കെ. അപ്പോൾ ഇത്രയും സന്ദർഭങ്ങളിൽ റിലേറ്റീവ് ക്ലോസുകളിൽ വെച്ച് ഉപയോഗിക്കുമെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു എന്ന് മാത്രം. ഇനി വാട്ട് പർട്ടിക്കുലർ വൺ ഓർ വൺസ്, ഒരു പ്രത്യേക ഒന്നിനെ കുറിക്കാൻ വേണ്ടി വിച്ച് ഉപയോഗിക്കാറുണ്ട്. വിച്ച് ഓഫ് ദസ് ഈസ് യുവേഴ്സ്, ഇതിൽ ഏതാണ് നിങ്ങളുടേത്? ഒരു പെർട്ടിക്കുലർ വണ്ണിനെ സൂചിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ വിച്ച് ഉപയോഗിക്കാറുണ്ട്. ഇനി സാധാരണമായി ഉപയോഗിക്കുന്ന മറ്റൊരു ഉപയോഗമാണ് യൂസ്ഡ് ആസ് എ റിലേറ്റീവ് pronoun in a clause that provide additional information about antecedent. ഒരു ആൻറ്റിസെൻഡൻറ്റിൻ്റെ അഡീഷണൽ ഇൻഫർമേഷൻ നൽകാൻ വേണ്ടി വിച്ച് ഉപയോഗിക്കാറുണ്ട്. ആൻറ്റിസെൻഡൻറ്റ് എന്ന് പറയുന്നത് ഒരു
വിഷയത്തെക്കുറിച്ച് മുമ്പ് പറഞ്ഞ് അതിനെക്കുറിച്ച് വിവരിക്കുക. അപ്പോൾ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം. മൈ ഹൗസ്, എൻ്റെ വീട്. ഇതാണ് ഇവിടെ ആൻറ്റിസെൻറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വീടിനെ കുറിച്ചാണ് ഇനി പറയുന്നത്. വിച്ച് ഈസ് സ്മോൾ ആൻഡ് ഓൾഡ്. എൻ്റെ വീട്, ആ വീട് എന്ന് പറയുന്നത് ഈസ് സ്മോൾ, അത് ചെറുതും, ആൻഡ് ഓൾഡ്, പഴക്കമുള്ളതുമാണ്. അപ്പോൾ വിച്ച് എന്നതിൻ്റെ അർത്ഥം ആ വീട് എന്നുള്ള ഒരർത്ഥമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ അധ്യായത്തിലൂടെ നമ്മൾ ഹു, വിച്ച് എന്നിവയുടെ വ്യത്യസ്ത ഉപയോഗങ്ങൾ നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് അടുത്ത അധ്യായം വളരെ സിമ്പിളായ രീതിയിൽ എങ്ങനെ നമുക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ള ഒരു അധ്യായമായിരിക്കും. കീപ്പ് വാച്ചിങ്. സീ യു ബൈ.